ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇത് വലിയ കമ്പനിയൊക്കെയാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നമാക്കി പോകണ്ടല്ലേ, അവിടെ കൈയും കാലം പിടിക്കാൻ പോകേണ്ടി വരും അവസാനം. എന്തെങ്കിലും ആലോചിച്ച് ചെയ്തോളും. അയ്യോ സാറിന് ഇതൊന്നും കണ്ട് സഹിക്കാൻ വേണ്ടി കണ്ണ് കെട്ടിയിട്ട് അകത്തൊരു കസേര കൊണ്ട് ഇരുത്തടി, എന്നിട്ട് വല്ല തിന്നെടുത്ത് വായിക്കാൻ തണ്ണാക്കി വെച്ചോളൂ. അവൻ തിന്നിട്ട് അത്രയും സമയം എൻ്റെ വാ അടഞ്ഞിരിക്കും. വാടക്കണ നിന്റെയാണ്, നിന്റെ വാടാൻ പോവാണ്. അവന്മാര് വന്നിട്ടുണ്ടല്ലേ, ഇത് ഈ ചെറിയമ്മയുടെ കളിക്കുമ്പോഴല്ല വലിയമ്മയുടെ കളിക്കുന്നത്. പണിയരുമാര് പറഞ്ഞു എഴുത്തൂറി അവനെയൊക്കെ പോലീസിലെടുത്ത് ആരും. ഈ കനകം പറഞ്ഞ പോലെ ഇത് വലിയ കമ്പനിയാണല്ലോ, നമ്മൾ പറ്റിച്ചിട്ട് വല്ല കാശ് മേടിച്ചു കഴിഞ്ഞാൽ അകത്താവോ? അമ്മാവന്മാരുടെ പണിയൊക്കെ പോയ എന്തിനു പിന്നെ ഇങ്ങനെ ജീവിക്കണത്? അല്ല എന്തായാലും നീ ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു പിന്നെ ആലോചിച്ചിരിക്കണം എന്തിനാന്ന്. അവർ വന്നു കഴിഞ്ഞാൽ ഈ കുക്കർ എടുത്ത് അങ്ങോട്ട് കൊടുത്താൽ പോരെ, ഇതാ പൊട്ടിത്തെറിച്ച കുക്കർ എന്ന് പറഞ്ഞിട്ട്. അമ്മ വീട്ടിൽ പറയല്ലേ, പൊട്ടിത്തെറിച്ച കുക്കറാന്ന് പറയുന്നത് എങ്ങനെ എടുത്ത് കൊടുക്കും? അപ്പൊ ഇതുപോലെ തന്നെയല്ലേടാ പൊട്ടിത്തെറിച്ച കുക്കർ നമ്മൾ കൊടുത്തിട്ട് കാശ് മേടിച്ചത് എന്ന് ആര് പറഞ്ഞു? പൊട്ടിത്തെറിച്ചെന്നുള്ളതിന് തെളിവുണ്ടാവണം. ഇതിനെന്ത് തെളിവാ അതിനുണ്ടായിരുന്നു? അതിന് തെളിവുണ്ടായിരുന്നു. അത് പൊട്ടിത്തെറിച്ച ആ ഒരു ഇതിലുണ്ടല്ലോ, ഇതിന്റെ മൂടി ഇത് വളഞ്ഞു പോയി. ഇതിങ്ങനെ വളഞ്ഞു പോയി എന്നതിന്റെ മൂടി ഇങ്ങനെ, അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് പൊട്ടിത്തെറിച്ചാണെന്നുള്ളത്. അതുപോലെ ബോധ്യപ്പെടണം അവർക്ക്. അതങ്ങോട്ട് വളച്ചാ പോരെ. ഇത് അങ്ങനെ എങ്ങനെയൊന്നും വളയാനില്ല. ഞാൻ കുറെ നേരമായിട്ടൊക്കെ ഇത് പല ശ്രമങ്ങളും നടത്തി, ഇത് നടക്കുന്നില്ല. അതല്ലേ അപ്പൊ ഇതിങ്ങനെ വളയണം, ചെറിയൊരു വളവ് വരത്തണം അതിന്. ഇത് പിടിക്ക്. എന്നിങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല, ബുദ്ധി വേണം. നിങ്ങളുടെ പുള്ളക്കല്ലും കൊണ്ട് പോണേ? നീ വന്ന് നന്നായി, ഒരു രസം കാണിച്ചാലോ. വാ എന്റെ കൂടെ വാ. പുള്ളക്കല്ല് എവിടെ കൊണ്ടുപോവാന്ന്? ഇങ്ങോട്ട് വാതി. ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ഇത് പിടിച്ചേ, കല്ലറണ്ട. എന്തോന്നമ്മായി കാണിച്ചത്? നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണ്? അതിനെ നശിപ്പിച്ച് കുറച്ച് കഷ്ടം തന്നെ നിങ്ങളെ കാര്യം. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്യരുതേ. അത് നല്ല കുക്കർ അടുക്കളയിൽ എടുത്തിട്ട് വന്നാണ് നിങ്ങൾ ഈ തോന്നിയാസം കാണിക്കുന്നത്. ഓടണമെന്ന് കരുതി പൊട്ടെന്ന് ഞാൻ കരുതിയില്ലോ. പുള്ളക്കല്ല് പൊട്ടിയായിരുന്നു ഞാൻ ഇടിഞ്ഞ്. ബുദ്ധി കുറച്ചധികമായി.